കേരളത്തിൽ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായ ഒരു മേഖലയാണ് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്ത്. നിരവധി പേർക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ പരിക്കേറ്റ വലിയ യാതന അനുഭവിക്കുന്നുണ്ട്. അതിൽ അവസാനത്തെ ഒരാളാണ് പനവല്ലി ആദണ്ടയിലെ ലക്ഷ്മണൻ. മൂന്നര മാസമായി കിടന്ന കിടപ്പിലാണ് 54-കാരനായ ലക്ഷ്മണൻ. കഴിഞ്ഞ മെയ് 25-ന് രാത്രി വിവാഹ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണൻ ഒരാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. ആ സമയത്ത് വനംവകുപ്പ് ജീവനക്കാർ കയ്യിൽ നിന്നെടുത്ത 15,000 രൂപ നൽകി. പിന്നീട് ഒന്നും കിട്ടിയില്ല. തുടർ ചികിത്സയ്ക്ക് മാസത്തിലും കോഴിക്കോട് പോകണം. യാത്രയ്ക്ക് ആംബുലൻസ് വേണം. വിവാഹം കഴിഞ്ഞ മക്കളുടെ സ്വർണം വരെ പണയത്തിലായി. ചികിത്സിക്കാൻ പൈസ വേണ്ടേ? ഇപ്പോൾ ആംബുലൻസുകാരൻ തന്നെ 2-3 വട്ടം അയാളോട് കടം പറഞ്ഞു ഞങ്ങൾ. എന്നിട്ട് കടം പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം തന്നെ പോയി വരാൻ വേണ്ടിയിട്ട് കടം പറഞ്ഞിട്ട് അയാളും പറഞ്ഞു എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ, എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പിന്നെ മക്കളെ കമ്മൽ കൊണ്ടുവന്നിട്ടാണ് സ്വർണം കൊണ്ടുവന്നിട്ട് പണയം വെച്ചിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത മാസം പോകണം. ഈ അടുത്ത മാസം പോകാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഒന്നും അറിയാത്തത്. കൃഷിയിൽ നിന്നായിരുന്നു കുടുംബത്തിന്റെ വരുമാനം. ലക്ഷ്മണൻ കിടപ്പിലായതോടെ കൃഷി മുഴുവൻ നശിച്ചു. 3 തവണ അക്ഷയ കേന്ദ്രം വഴി ബില്ലുകൾ നൽകി. എന്നിട്ടും ഇതുവരെ ചികിത്സാ സഹായം ലഭിച്ചില്ല. കൃഷി, ബയറ് കൃഷി, തോട്ടം എല്ലാം ഇയാളെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ആരും നോക്കാനില്ല. 30,000-30,000 രൂപേൻ്റെ ഇഞ്ചി നട്ടിട്ട് അവിടെ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ആരും തിരിഞ്ഞു നോക്കൂലല്ലോ, അതുകൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോയി. ബയല് കൃഷി എടുത്തു, അത് ആനയെ ചവിട്ടിട്ട് അത് ആരും വന്ന് തിരിഞ്ഞു നോക്കൂല. ഞാൻ അങ്ങോട്ട് പോയാൽ ഈ പുള്ളിനെ നോക്കാൻ ആരുമില്ല. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിടത്തി ചികിത്സയുടെ ചെലവ് മാത്രമാണ് വനംവകുപ്പിന് നൽകാനാവുക. ആശുപത്രിയിലെ അനുബന്ധ ചെലവുകളോ യാത്രാ ചെലവുകളോ നൽകാൻ നിർവാഹമില്ല. എന്നാൽ വന്യജീവി ആക്രമണങ്ങൾ ദുരന്ത ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് നടപ്പിൽ വരുന്നതോടെ നൂലാമാലകൾ ഒഴിവാവുകയും പെട്ടെന്ന് ഫണ്ട് ലഭ്യമാവുകയും ചെയ്യുമെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.